റാഗിംഗ് സംബന്ധിച്ച പരാതികളിൽ പ്രതിസ്ഥാനത്താകുന്നവർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കൂടെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ ആ കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും റാഗിങ്ങിന് വിധേയനാക്കുകയും ചെയ്തു എന്ന പരാതിയിൽ BNSലെ 118(1), 308(2), 351(1), 3(5), 1998 കേരള റാഗിംഗ് നിരോധന ആക്ടിലെ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം 229/2025 ആയി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കി നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ്. പ്രസ്തുത വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. റാഗിംഗ് തടയുന്നതിലെ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ വാർഡന്റെ ചുമതലയുള്ള പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസറെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ കെയർടേക്കർ സെക്യൂരിറ്റിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡ് ഡ്യൂട്ടി ഫലപ്രദമായി നിർവഹിക്കാതെ വീഴ്ച വരുത്തിയ അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റാഗിംഗ് തടയുന്നതിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ സർവകലാശാലകളോ സർക്കാരോ യാതൊരുവിധ അലംഭാവവും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ സഹായം പ്രതികൾക്ക് ലഭിക്കുന്നു എന്ന സൂചനയോടെ